ജില്ലയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറുന്നു. ഇതോടെ ജീവനക്കാരുടെ ജീവിതവും പ്രതിസന്ധിയിലാകുന്നു. സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ജില്ലയിൽ വനം വകുപ്പിന് കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടണമെന്നും തുറക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണമെന്നുമാണ് ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ, P ഗോപിനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് നൽകിയിരിക്കുന്നത്. കോടതി സ്വമേധയാണ് ഇക്കാര്യത്തിൽ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജില്ലയിൽ വനം വകുപ്പിന് കീഴിലുള്ള കുറുവ ദ്വീപ്, തോൽപ്പെട്ടി വന്യജീവി സങ്കേതം, ബ്രഹ്മഗിരി ട്രക്കിംഗ്, സൂചിപ്പാറ, മീൻമുട്ടി, ചെമ്പ്ര പീക്ക്, മുനീശ്വരൻ കുന്ന്, മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നിവിടങ്ങളിലാണ് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചു വരുന്നത്. കുറുവ ദ്വീപ് വന സംരക്ഷണ സമിതി ജീവനക്കാരൻ പോളിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു ഫെബ്രുവരി 19 മുതൽ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചിട്ടിരുന്നത്. എന്നാൽ ഹൈക്കോടതി വിധി വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി പേരെ പ്രതികൂലമായി ബാധിക്കും. വടക്കേ വയനാട്ടിലെ വിനോദസഞ്ചാര മേഖല തീർത്തും നിശ്ചലമാകും. VSSന് കീഴിൽ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് ജീവനക്കാർ, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകൾ, റിസോർട്ടുകൾ, ഹോട്ടലുകൾ, ചെറുകിട വ്യാപാരികൾ, ഇവിടങ്ങളിലെ തൊഴിലാളികൾ എന്നിവർക്കെല്ലാം പുതിയ നിർദ്ദേശം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക. അടുത്ത മാസം മധ്യ വേനൽ അവധിക്കാലം കൂടി ആരംഭിക്കുന്നതിനാൽ തന്നെ സർക്കാരിലേക്ക് വിനോദസഞ്ചാര മേഖലയിൽ നിന്ന് ലഭിക്കേണ്ട വരുമാനത്തിലും ഗണ്യമായ കുറവ് സംഭവിക്കും. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.